$500 മില്യൺ വില വരുന്ന 10,000 കിലോ സ്വർണം 40,000 അടി ഉയരത്തിൽ വെച്ച് മോഷ്ടിച്ച കള്ളന്മാരുടെ കഥ നിങ്ങൾക്ക് അറിയാവോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സൈറസ് എന്ന പേരുള്ള ഒരു ഇന്റർനാഷണൽ കള്ളൻ, ഇന്റർനാഷണലി ഒരുപാട് വലിയ മോഷണങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വളരെ വലിയൊരു കള്ളനാണ് ഈ സൈറസ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ സൈറസിന് ഒരു ഗ്യാങ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാങ്ങിനകത്ത് 3-4 ആൾക്കാരുണ്ട്. ഇവരെല്ലാരും ഒരുമിച്ച് ചേർന്നാണ് ഈ പറയുന്ന മോഷണങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഈ മോഷണത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഇവരെല്ലാരും കൂടെ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കും. ചിലപ്പോൾ അതൊരു വളരെ വലിയ ഈ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന എക്സിബിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിയംസ് ആയിരിക്കും. അപ്പൊ ഇവരിത് കണ്ടുവച്ച ശേഷം അവിടെ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുന്നതിന്റെ അന്ന് ഇവർ വേഷം മാറി അതിനകത്തോട്ട് കടക്കുന്നു. അതിനകത്തോട്ട് കടന്ന ശേഷം തന്നെ അവർ അതിനകത്തൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. അപ്പൊ അതിനകത്തൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവർ പതുക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് ചെറിയൊരു മോഷണം നടത്തിയിട്ട് ഇവർ അവിടെ നിന്ന് മുങ്ങും. അപ്പൊ ഇങ്ങനെ ഒരുപാട് മോഷണങ്ങൾ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് മോഷണങ്ങളായിട്ടും ഇവരെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇന്റർപോൾ, FBI, CIA അങ്ങനെ ഒരുപാട് ഏജൻസീസ് ഇവരുടെ പുറകെയുണ്ട്. അപ്പൊ ഒരു മോഷണത്തിന്റെ ഇടയിൽ ഇവർ ഏറെക്കുറെ പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. അതായത് മോഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ഇടയിൽ ഇന്റർപോൾ ഇവരുടെ പുറകെ കൂടുകയും ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവരുടെ അടുത്ത് എത്തുകയും ചെയ്യും. പക്ഷേ ആക്ച്വലി ഇവർ പിടി കൊടുക്കുന്നില്ല, ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ഈ മോഷണത്തിന്റെ ഇടയിൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഈ പറയുന്ന ഇന്റർപോളിന്റെ കയ്യിലാവുന്നു. അങ്ങനെ ഇന്റർപോൾ ഇയാളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന സൈറസിനെയും അവരുടെ ഗ്യാങ്ങിനെയും പിടിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കാൻ വേണം ഒരു വളരെ വലിയ പ്രശ്നം നടക്കുന്നത്. ഈ ഇന്റർപോൾ പോലും ഭയക്കുന്ന ഒരു ബിസിനസ്മാൻ ഉണ്ട്. അപ്പൊ അയാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. അയാളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്. അത് മാത്രമല്ല അയാളുടെ കയ്യിൽ ഒരുപാട് പൊളിറ്റിക്കൽ റിലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർപോൾ എന്നല്ല, ലോകത്തിലുള്ള ഒരൊറ്റ ഏജൻസിക്ക് പോലും അയാളെ തൊടാനുള്ള ധൈര്യമില്ല. പ്രധാനമായിട്ടും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു തെളിവില്ല. അപ്പൊ അയാൾ ക്യാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തന്നെ മാൻമെയ്ഡ് ആയിട്ട് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കും. അങ്ങനെ മാൻമെയ്ഡ് ആയിട്ട് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് സൊസൈറ്റിയിൽ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യുന്നു. സൊസൈറ്റിയിൽ പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന വഴി സ്റ്റോക്ക് മാർക്കറ്റ് പുള്ളിക്കാരൻ ക്രാഷ് ചെയ്യും. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് അതിൽ നിന്നാണ് പുള്ളിക്കാരൻ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പുള്ളി തന്നെ ഈ ചിലപ്പോൾ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ക്രാഷ് ചെയ്യും, അല്ലെങ്കിൽ ബോംബൊക്കെ വെച്ച് ബിൽഡിംഗ്സ് എക്സ്പ്ലോഡ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ പെട്ടെന്ന് സൊസൈറ്റിയിൽ ഒരു പാനിക് ഉണ്ടാക്കിയിട്ട് അതുവഴി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ മെയിൻ പരിപാടി എന്നാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എല്ലാ ഏജൻസിക്കും പുള്ളിക്കാരന്റെ ഭയമാണ്. പുള്ളിക്കാരന്റെ അടുത്ത് ആക്ച്വലി എല്ലാ ഏജൻസികളും പുള്ളിക്കാരനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരന്റെ ഒരു പൊസിഷൻ, പുള്ളിക്കാരന്റെ ഒരു പവർ കാരണം യാതൊരു ഏജൻസിക്കും അയാളുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും പുള്ളിക്കാരൻ യാതൊരു തെളിവും വെക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരന് പുതിയൊരു ഐഡിയ തോന്നും. അതായത് ലെവിയത്തൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഹാക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഈ പറയുന്ന ഒരു ഹാക്കിംഗ് ഗ്രൂപ്പിനെ ഉപയോഗിച്ച് കൊണ്ടിട്ട് ഈ പുള്ളിക്കാരൻ UK-യിലുള്ള, അതായത് ബ്രിട്ടനിലുള്ള എല്ലാ വാട്ടർ പമ്പിംഗ് സ്റ്റേഷൻസിന്റെ കൺട്രോള് പുള്ളിക്കാരൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെ ഈ കൺട്രോൾ എടുക്കുന്നത് വഴി പുള്ളിക്കാരൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ UK-യിൽ പുള്ളിക്കാരൻ തോന്നുന്ന സമയത്തെല്ലാം പുള്ളിക്കാരൻ ഫ്ലഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ സ്കാർസിറ്റി, അതായത് വെള്ളം കൊടുക്കാതിരിക്കാൻ പുള്ളിക്കാരൻ പറ്റും. വെള്ളം കൂടുതൽ കൊടുത്തുകൊണ്ട് അവിടെ ഫ്ലഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരന് പ്രത്യേകിച്ച് യാതൊരു എഫേർട്ട് ഇല്ലാതെ പുള്ളിക്കാരന്റെ വിരൽത്തുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ പറയുന്നത് മാതിരി എല്ലാ കാര്യങ്ങളും UK-യിൽ എപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവണം, UK-യിൽ എപ്പോൾ വെള്ളം കിട്ടാതിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പുള്ളിക്കാരന് ഈ പറയുന്ന മാതിരി പുതിയൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടാക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ പുള്ളിക്കാരന് പാനിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യാൻ പറ്റുകയും അതുവഴി പുള്ളിക്കാരന് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇന്റർപോളിന് ഈ പറയുന്ന ബിസിനസ്മാനെ എങ്ങനെയെങ്കിലും തടയണമെന്നുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബിസിനസ്മാൻ വളരെ പവർഫുൾ ആണ്. അയാൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇന്റർപോൾ പല രീതിയിലും ഇയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അയാളുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റർപോളിന്റെ കയ്യിലുള്ളതിനെക്കാളും റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഇയാളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇന്റർപോളിന് മനസ്സിലായി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇയാളുടെ അടുത്ത് നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്റർപോൾ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഈ ലെവിയത്തൻ എന്ന് പറയുന്ന ഹാക്കിംഗ് ഗ്രൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. അവരൊരിക്കലും പൈസ ഡിജിറ്റലായിട്ട് സ്വീകരിക്കത്തില്ല. കാരണം അവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫോമിലുള്ള ഏതൊരു കറൻസിയും ആർക്ക് വേണം ഹാക്ക് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ രീതിയിലുള്ള ഡിജിറ്റൽ കറൻസിയും വൾണറബിൾ ആണ്. അതുകൊണ്ട് അവരുടെ ട്രാൻസാക്ഷൻസ് എല്ലാം അവര് ഫിസിക്കലി, അതായത് ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ. അപ്പം ഈ പറഞ്ഞത് മാതിരി $500 മില്യൺ വില വരുന്ന 10,000 കിലോഗ്രാം ഗോൾഡ് ഈ പറയുന്ന ലെവിയത്താൻ എന്ന് പറയുന്ന ഹാക്കിംഗ് ഗ്രൂപ്പിന് കൊടുക്കുമ്പോൾ അവര് അതിന് പകരമായിട്ട് ഈ പറയുന്ന വാട്ടർ പമ്പിംഗ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്ത് ഈ പുള്ളിക്കാരന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ഈ ബിസിനസ്മാൻ അയാളുടെ ആവശ്യപ്രകാരം ഡിസാസ്റ്റേഴ്സ് അയാൾക്ക് തോന്നുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുകയും അതുവഴി മാർക്കറ്റ് ക്രാഷ് ചെയ്യും. അങ്ങനെ അയാൾക്ക് ക്യാഷ് ഉണ്ടാക്കും. അപ്പോൾ ഈ ലെവിയത്താന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലെവിയത്താന് കിട്ടേണ്ടത് 500 മില്യൺ വില വരുന്ന 10,000 കിലോഗ്രാം ഗോൾഡ് ആണ്. അപ്പം പുള്ളിക്കാരൻ ഈ ബിസിനസ്മാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം അവർക്ക് കൊടുക്കുന്നു. അപ്പം ഇവർ പറയുന്നത് ഈ സൂറിക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സൂറിക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മാത്രമേ ഇവർ ഈ പറയുന്ന ഗോൾഡ് സ്വീകരിക്കുള്ളൂ. അപ്പം ആ ലെവിയത്താൻ എന്ന് പറയുന്ന ഹാക്കിംഗ് ഗ്രൂപ്പിന്റെ കുറച്ച് ആൾക്കാർ അവിടെ
അവിടെ വരും. ഇപ്പൊ സ്യൂറിക്കിൽ വെച്ച് നിങ്ങൾ ഗോൾഡ് കൈമാറണം. പക്ഷേ ഈ ബിസിനസ്മാന്റെ അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന ആളുടെ ഗോൾഡ് എല്ലാം ഇരിക്കുന്നത് ലണ്ടനിലാണ്. അപ്പൊ ലണ്ടനിൽ നിന്ന് സ്യൂറിക്കിലോട്ട് ഗോൾഡ് എത്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഡീൽ നടക്കത്തുള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ ഈ പറയുന്ന മാതിരി ലണ്ടനിൽ നിന്ന് സ്യൂറിക്കിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അയാൾ ഒരു ഫ്ലൈറ്റ് തന്നെ വാങ്ങുന്നു. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയല്ല, അയാൾ ഒരു ഫ്ലൈറ്റ് വാങ്ങുകയാണ്. അപ്പൊ ഫ്ലൈറ്റ് വാങ്ങിച്ച ശേഷം ഈ പറയുന്ന ഫ്ലൈറ്റിനകത്ത് ഈ പറയുന്ന 10,000 കിലോഗ്രാം ഗോൾഡ് കൊണ്ടുവന്ന ശേഷം അത് ലണ്ടനിൽ നിന്ന് സ്യൂറിക്കിലേക്ക് അവിടെ എത്തിച്ച ശേഷം അവർക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാൻ എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇന്റർപോൾ ഒരു കാര്യം ചെയ്യണം. അപ്പം ഇന്റർപോളിന് അറിയാം ഈ പറയുന്ന ഒരു ഏജൻസിയും ഈ പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി റിസ്ക് ചെയ്തില്ല. കാരണം ഇയാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ അടുത്ത് മുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപോൾ വളരെയധികം ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈറസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ തീഫ്സ്, അതായത് സൈറസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ തീഫും അയാളുടെ ഗാങ്ങിനെയും ഇവരെ ഹയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതായത് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വർണം മോഷ്ടിക്കണം. അപ്പൊ സൈറസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വർണം മോഷ്ടിച്ച ശേഷം ഈ ഡീൽ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുക. ആൻഡ് ഈ ഡീൽ ക്യാൻസൽ ചെയ്യുന്നത് വഴി ഈ പറയുന്ന മാതിരി അടുത്തൊരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നത് തടയുക എന്നുള്ളതാണ് ഇന്റർപോളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സൈറസിന്റെ അടുത്ത് ഇപ്പൊ ചുമ്മാ പോയ ശേഷം നിങ്ങൾ ഈ പറയുന്ന മാതിരി $500 മില്യൺ വില വരുന്ന 10,000 കിലോഗ്രാം ഗോൾഡ് മോഷ്ടിക്കാൻ പറഞ്ഞാൽ അയാൾ ഒരിക്കലും കേൾക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർപോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപോളിന്റെ കയ്യിൽ ഈ പറയുന്ന സൈറസിന്റെ ടീമിൽ പെടുന്ന ഒരു മെമ്പർ ഉണ്ട്. അപ്പം ഈ മെമ്പറിനെ യൂസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. അതായത് ഈ മെമ്പറിനെ കൊല്ലും, അല്ലെങ്കിൽ ഇയാൾ ഞങ്ങൾ എന്നേക്കായിട്ട് ജയിലിലടയ്ക്കും. അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാതിരി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു മോഷണം നടത്തി തരണം, ആ ഗോൾഡ് ഒരിക്കലും അവിടെ സ്യൂറിക്കിൽ എത്താൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സൈറസിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഇന്റർപോൾ ഏജന്റ് ആണ്, ആബി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം ഈ ആബിയും സൈറസും ഇവർ രണ്ടുപേരും ഏത് വശത്താണ് നിൽക്കുന്നതെന്ന് അറിയാണ്ട് തന്നെ ഇവർ ആക്ച്വലി പ്രണയത്തിലാവുകയാണ്. അതായത് ആബി ഒരു ഇന്റർപോൾ ഏജന്റ് ആണെന്ന് സൈറസിനെ അറിയില്ല, സൈറസ് ഒരു കള്ളനാണെന്ന് ആബിക്കും അറിയില്ല. അങ്ങനെ അവരെ അറിയാണ്ട് പ്രണയത്തിലാവുകയും അതിനുശേഷം ഇവർ ആരൊക്കെയാണെന്ന് ഇവർക്ക് മനസ്സിലാവുമ്പോൾ ഇവർ ആക്ച്വലി ബ്രേക്കപ്പ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആബി എന്ന് പറയുന്നത് സൈറസിന്റെ ഇത് ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആണ്. ഈ ആബിയാണ് സത്യം പറഞ്ഞാൽ സൈറസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും പുറകെ നടക്കുന്നതും ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന മാതിരി ആബിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ സൈറസിന്റെ ഹെൽപ്പോട് കൂടി ഇവരെല്ലാരും കൂടി ഈ പറയുന്ന സ്വർണ്ണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സൈറസിന് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറസ് വളരെ കൃത്യമായിട്ട്, സൈറസ് ഞാൻ പറഞ്ഞില്ല പുള്ളി ഒരു ഇന്റർനാഷണൽ കള്ളനാണ്. അപ്പൊ പുള്ളി ആദ്യം പറയുന്ന വേറൊന്നുമില്ല, ഓക്കെ ഞാനിത് ചെയ്യാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രം, $500 മില്യൺ വില വരുന്ന ഗോൾഡ്, അതായത് 10,000 കിലോ ഗോൾഡ് ഞാൻ അങ്ങ് എടുക്കും. നിങ്ങൾക്ക് ഈ ഗോൾഡ് വേറൊരിടത്തും പോകണ്ടെന്ന് മാത്രമാണല്ലോ നിങ്ങളുടെ ആഗ്രഹം, പക്ഷെ എനിക്ക് 10,000 കിലോ വരുന്ന ഗോൾഡ് എനിക്ക് തന്നെ വേണം, എന്റെ അങ്ങനെ വേണം. കാരണം പുള്ളി ഒരു ഇന്റർനാഷണൽ കള്ളനാണ്, പുള്ളിയുടെ എത്തിക്സ് അനുസരിച്ച് ആ ഗോൾഡ് പുള്ളിക്ക് തന്നെ വേണം എന്ന് പറയും. പക്ഷെ ഒരിക്കലും ഇന്റർപോൾ അത് സമ്മതിക്കാനും പോകുന്നില്ല. അപ്പൊ ഇന്റർപോൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് സമ്മതിച്ച് തരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഒന്നാമത് ക്രിമിനൽ ബിസിനസ്മാൻ, അയാളുടെ കയ്യിലുള്ള ഗോൾഡാണ്. അപ്പം അയാൾ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയ ഗോൾഡാണ്, ഇത് കൊടുക്കേണ്ടത് ഗവൺമെന്റിനാണെന്ന് ഈ പറയുന്നത് ഇന്റർപോൾ പറയുന്നത്. പക്ഷെ ഇവരും അങ്ങനെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇൻ ദ എൻഡ് ഞാൻ പറഞ്ഞു ഇവരുടെ സൈറസിന്റെ ഗാങ്ങിലുള്ള ഒരു മെമ്പർ എന്ന് പറയുന്നത് ഇന്റർപോളിന്റെ പിടിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൈറസിന് വേറെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സൈറസിന് ഇത് സമ്മതിക്കേണ്ടിരുന്നു. അങ്ങനെ സൈറസ് ഇത് സമ്മതിച്ച് ഇവരെല്ലാരും കൂടെ 40,000 അടി ഉയരത്തിൽ നിന്ന് ഈ പറയുന്ന ഗോൾഡ് മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം എന്തിനാണ് 40,000 അടിയിൽ ഉയരത്തിൽ വെച്ച് തന്നെ ഈ ഗോൾഡ് മോഷ്ടിക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. അപ്പം ഈ പറയുന്ന ആൾ നല്ല രീതിയിലാണ് ഈ ഗോൾഡിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, അയാൾ ഒരു എയർബസ് ഒരു ഫ്ലൈറ്റ് തന്നെ അയാൾ ഇത് വാങ്ങിച്ചു. സോ ഈ പറയുന്ന ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയാൾ ഒരു ഫ്ലൈറ്റ് മൊത്തമായിട്ട് വാങ്ങിച്ചു. അപ്പം ഈ ഫ്ലൈറ്റ് വാങ്ങിച്ച ആൾ എന്തുമാത്രം സെക്യൂരിറ്റിയും കാര്യങ്ങളും താഴെയും മുകളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാന്നല്ലേ ഉള്ളൂ. അപ്പൊ അയാൾ ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഈ സൈറസിനും അയാളുടെ ടീമിനും ഒരു കാര്യം മനസ്സിലായി, ഈ ഗോൾഡ് ഭൂമിയിൽ വെച്ച്, അതായത് ഈ ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ വെച്ച് ഒരിക്കലും മോഷ്ടിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ടൈറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ്. അത് മാത്രമല്ല 10,000 കിലോ ഗോൾഡ് ഉണ്ട്. ഈ ഗോൾഡ് മോഷ്ടിച്ച് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തോട്ട് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈറസ് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ സൈറസിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 40,000 അടി ഉയരത്തില്ല, അതായത് ഈ വിമാനം ആകാശത്തോടെ പറക്കുമ്പോൾ എന്തായാലും സെക്യൂരിറ്റി കുറവായിരിക്കും. അപ്പൊ അവിടെ വെച്ച് നമുക്കിത് മോഷ്ടിക്കാം എന്നുള്ള രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സൈറസ് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ 40,000 അടി ഉയരത്തിൽ വെച്ച് പറക്കുന്ന വിമാനത്തിൽ നിന്ന് ഈ പറയുന്ന സ്വർണം മുഴുവൻ മോഷ്ടിക്കാൻ വേണ്ടി സൈറസ് ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ്. ഇപ്പൊ സൈറസിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ സൈറസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൈറസ് ഒരു പ്ലെയിൻ കൂടെ ഹയർ ചെയ്യണം. അതായത് സൈറസ് ഒരു പ്ലെയിൻ വാടകയ്ക്ക് എടുത്ത ശേഷം നമ്മൾ ഈ സ്വർണം കൊണ്ടുവന്ന പ്ലെയിനിന്റെ നേരെ താഴെ പുള്ളി ആ പ്ലെയിൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരും. അപ്പോൾ സ്വർണം കൊണ്ടുവന്ന പ്ലെയിനിൽ ഓൾറെഡി സൈറസിന്റെ ഗാങ്ങിലുള്ള 2-3 മെമ്പേഴ്സ് ഓൾറെഡി ഈ പറയുന്ന പ്ലാൻ, നമ്മുടെ ഈ പറയുന്ന സ്വർണം കൊണ്ടുവന്ന പ്ലെയിനകത്ത് ഓൾറെഡി സൈറസിന്റെ ഗാങ്ങിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ
സ്വർണം താഴത്തെ കാർഗോ ബേയിലാണ് ഇരിക്കുന്നത്. അപ്പൊ കാർഗോ ബേയുടെ അടിയിൽ ഒരു ഡോർ ഉണ്ട്. അപ്പം ഈ കാർഗോ ബേയുടെ അടിയിലെ ഡോർ തുറന്ന ശേഷം അവിടെ നിന്ന് ഒരു ലൈൻ ഇടും. ഒരു ലൈൻ ഇട്ടിട്ട് ഈ താഴെ കൂടെ പോകുന്ന ഫ്ലൈറ്റിന് നേരെ നമ്മുടെ ഈ മുകളിൽ പോകുന്ന ഫ്ലൈറ്റിന്റെ നേരെ താഴെ തന്നെ ഈ ഫ്ലൈറ്റിന് ആദ്യം അവരവിടെ എത്തിക്കും. എന്നിട്ട് ഒരു ലൈൻ ഇട്ടിട്ട് ഈ രണ്ട് ഫ്ലൈറ്റ് അവർ കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത ശേഷം ഈ പറയുന്ന ലൈൻ വഴി സ്വർണ്ണ മുകളിലത്തെ ഫ്ലൈറ്റിൽ നിന്ന് നേരെ താഴത്തോട്ടുള്ള ഫ്ലൈറ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യാമെന്നാണ് സൈറസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. ആക്ച്വലി ഇത് ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് പ്ലെയിനും ഒരേ സമയത്ത് ഒരേ രീതിയിൽ, അതായത് ഒരേ സ്പീഡിൽ തന്നെ എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുകളിലത്തെ പ്ലെയിനിന്റെ കൺട്രോൾ മുഴുവൻ ആരെങ്കിലും ഒരാൾ ഹാക്ക് ചെയ്യണം. അപ്പൊ അത് തന്നെയാണ് അവരുടെ ആക്ച്വലി പ്ലാൻ എന്ന് പറയുന്നത്. മുകളിലത്തെ പ്ലെയിനിന്റെ കൺട്രോൾ ഹാക്ക് ചെയ്തിട്ട് അതിന്റെ സ്പീഡ് കുറച്ച ശേഷം താഴത്തെ പോകുന്ന പ്ലെയിന്റെ സ്പീഡുമായിട്ട് ഒരുമിപ്പിച്ചിട്ട് അതിന് രണ്ടിനെ ഇങ്ങനെ മുകളിലായിട്ട് അവരെത്തിക്കും. അതിനുശേഷം മുകളിലത്തെ പ്ലെയിന്റെ കാർഗോ ബേ ഡോർ തുറന്ന ശേഷം പ്ലെയിന്റെ മുകളിൽ നിന്ന് ഈ പറയുന്ന സ്വർണം മുഴുവൻ ഗോൾഡ് എല്ലാം കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് താഴത്തെ പ്ലെയിനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഭയങ്കര ഈ പറയുന്ന ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പറയുമ്പോഴേക്കും ഈ പറയുന്ന മാതിരി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള പ്ലാനാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇത് 40,000 അടി ഉയരത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള കാറ്റും കാര്യങ്ങളുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന കംപ്ലീറ്റ് പ്ലാനും ക്രാഷ് ആവും. അതായത് രണ്ട് പ്ലെയിൻസും ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന പ്ലാൻ കംപ്ലീറ്റ്ലി പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 40,000 അടി ഉയരത്തിൽ ഒരുപാട് കാറ്റും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവര് ഈ പറയുന്ന മാതിരി രണ്ട് പ്ലെയിനും ഒരേ സ്പീഡിൽ പോകണം, ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ താഴെ കൂടെ ഒരേ രീതിയിൽ മൂവ് ചെയ്യണം. അപ്പം ചെറിയൊരു പിഴ പറ്റിയാൽ മതി, കംപ്ലീറ്റ്ലി എല്ലാം പൊളിയുന്നുള്ള രീതിയിലാണ് ഈ പ്ലാൻ ഇരിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ പ്ലാൻ ചെയ്ത ശേഷം ഇവർ രണ്ടുപേരും കൂടി ഈ പറയുന്ന മാതിരി പ്ലെയിനിന്റെ അകത്ത് 1-2 ആൾക്കാർ കയറുന്നുണ്ട്, വേറെ 1-2 ആൾക്കാർ കൂടി ചേർന്ന് ഈ താഴത്തെ ഈ പ്ലെയിനെ ഓടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഇവർ ഇവിടെ എത്തുന്നു. സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇവർ ആക്ച്വലി ഈ പ്ലെയിനകത്ത് നിന്ന് ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഈസി ആയിട്ടല്ല അവർ ചെയ്യുന്നത്, വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ അവർ പ്ലെയിനകത്ത് നിന്ന് ഈ ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അതിനകത്ത് നിന്ന് അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവരെ അവിടെ നിന്ന് താഴെയിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം ഒരു വിധത്തിൽ അവർ ആ ഗോൾഡ് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാണ്. പക്ഷെ അവിടെ വെച്ചാണ് അവരൊരു കാര്യം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അവിടെ നിന്ന് അവർ താഴെ എത്തിച്ച ശേഷം ഒരിക്കലും അവർ ഈ പരിപാടി നിർത്തുന്നില്ല. ആക്ച്വലി ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറന്റ് ആണ്. അതായത് ഈ പറയുന്ന മാതിരി ഈ ബിസിനസ് മാൻ എന്ന് പറയുന്ന ആളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇയാളെ ഒരിക്കലും ഇവർക്ക് ഈ പുറത്ത് വിടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ സ്വർണ്ണം മോഷ്ടിച്ചു, പക്ഷെ ഇയാൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇയാളെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു പ്ലാൻ കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇയാളെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഇവരൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ബിസിനസ്മാനെ എങ്ങനെയെങ്കിലും ഇവർക്ക് ട്രാപ്പ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഇയാൾക്കെതിരെ യാതൊരു തെളിവും ഇയാൾ ബാക്കി വെക്കാറില്ല. അപ്പൊ ഒരു തെളിവും കിട്ടാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്റർപോളിന് ഇന്ന് വരെ ഇയാളെ പിടികൂടാൻ പറ്റാത്തത്. അപ്പം ഇയാളെ തെളിവോട് പിടികൂടുക എന്നുള്ളതാണ് ഇന്റർപോളിന്റെ ഉദ്ദേശം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ഡീല് നടക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവിയാത്താൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ കൂടിയാണ്. അപ്പം ലെവിയാത്താന്റെ ആൾക്കാർക്ക് ഈ പറയുന്ന ബിസിനസ്മാൻ പൈസ കൊടുക്കുന്നത് കറക്റ്റ് അവർക്ക് കൈയോടെ പിടികൂടാൻ പറ്റിക്കാൻ അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടും. ആൻഡ് ഈ പറയുന്ന ബിസിനസ്മാൻ എന്നേക്കായിട്ട് ഇവർക്ക് ജയിലിൽ അടയ്ക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇവർ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നൊരു ഡീല് നടക്കണം. പക്ഷെ ഡീല് നടക്കണമെങ്കിൽ ഗോൾഡ് വേണം. ഗോൾഡ് ഓൾറെഡി ഈ പറയുന്ന നമ്മുടെ ഇന്റർനാഷണൽ കള്ളന്മാരെല്ലാം ഇവിടെ മോഷ്ടി ചെയ്യുന്നു. സൈറസും ടീം ഈ പറയുന്ന ഗോൾഡ് മോഷ്ടി ചെയ്യുന്നു. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്റർപോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മോഷ്ടിച്ച ശേഷം ഇവർ ആക്ച്വലി ഫേക്ക് ഗോൾഡ് ബാർസ് അതിന് പകരം അവിടെ വെക്കുകയാണ്. അപ്പൊ ഫേക്ക് ഗോൾഡ് ബാർസ് വെച്ച ശേഷം സെക്യൂരിറ്റീസ് എല്ലാം ഈ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം പിടിച്ചു കിട്ടിയിട്ട് ഈ നമ്മുടെ ഫ്ലൈറ്റിന്റെ ഈ ഗോൾഡ് കൊണ്ടുവന്ന സെക്യൂരിറ്റിക്ക് പകരം നമ്മുടെ സൈറസും ടീമും കൂടെ സെക്യൂരിറ്റിക്കാരെ വേഷം കിട്ടി അവരുടെ കൂടെ അങ്ങ് പോവാണ്. പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തെല്ലാം നല്ല സെക്യൂരിറ്റി ഉണ്ട്. ലണ്ടനിൽ സൂറിക്കിലെല്ലാം നല്ല സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗോൾഡ് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ ഇവര് ഈ പറയുന്ന സെക്യൂരിറ്റി ടീം അല്ല സൈറസൻ ടീമോ ആണെന്ന് ഇവരാരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരും ജീവൻ നഷ്ടപ്പെടും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക്കും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവർക്ക് ഈ പറയുന്ന മാതിരി ഡീല് നടത്തിയേ പറ്റുള്ളൂ. കാരണം ഈ ഡീല് നടന്നാൽ മാത്രമേ ഈ ലെവിയാത്താൻ എന്ന് പറയുന്ന ഹാക്കിംഗ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ലെവിയാത്താൻ എന്ന് പറയുന്ന ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന് ഈ പറയുന്ന പുള്ളിക്കാരൻ പൈസ കൊടുക്കുന്ന കാര്യം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ആ ഒരു രീതിയിൽ കൂടെ മാത്രമേ ഇയാളെ പൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടും കൽപ്പിച്ച് ഈ പറയുന്ന നമ്മുടെ ബിസിനസ് മാൻ അവിടെ ഒരു വലിയ വില്ലയുണ്ട്. അപ്പൊ ആ വില്ലയിലോട്ട് ഇവർ രണ്ടും കൽപ്പിച്ച് ഈ പറയുന്ന ഗോൾഡും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അതിനുശേഷം എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടേ പറ്റുള്ളൂ. സിനിമ നമ്മുടെ ആമസോൺ പ്രൈമിലുണ്ട്. സിനിമയുടെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. സിനിമയുടെ പേര് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് എന്നാണ്. 2024 ഈ പറഞ്ഞ സിനിമ റിലീസ് ആയിട്ടുള്ളത്. സോ സിനിമയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ സിനിമ കണ്ടു നോക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. സോ ഇന്നത്തേക്ക് അത്രയുള്ള സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തേക്ക് അത്രയുള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.